നീ എന്താ ഈ പറയുന്നത്? കല്യാണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയാണെന്നാണോ അൻസേ വിചാരം? കല്യാണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ കഴിക്കുക, അത് വേണ്ട എന്ന് തോന്നുമ്പോൾ ഒഴിവാക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല നിൻ്റെ ഈ സ്വഭാവം എന്താണെന്ന്. എന്താ മൂസിനൊക്കെയുള്ളൊരു കുഴപ്പം? നീ പറ. എന്ത് കുഴപ്പമാണ് ആ കുട്ടിക്കുള്ളത്? മുഴുവൻ കുഴപ്പവും നിനക്കാണ്. അതായത് എൻ്റെ മോനായ നിനക്ക്. വേറെ ആർക്കുമല്ല കുഴപ്പമുള്ളത്. പിന്നെ ഉമ്മ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്ന് വേണ്ട. മൂസിനക്ക് ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും പോവാം, ഏത് നിമിഷം വേണമെങ്കിലും. ഇനി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വെറുതെ ചൂടാവാൻ നിൽക്കണ്ട നിങ്ങൾ. നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് നീ തന്നെ നേരിട്ട് പോയി ഓളോട് പറയണം. എന്നെ പറഞ്ഞ് ഏൽപ്പിക്കണ്ട. ഞാൻ ഈ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല. അത് പറഞ്ഞപ്പോൾ അനസിന് വല്ലാതെ ദേഷ്യം വന്നു. അവനൊന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഇതൊന്നും അറിയാതെ മൂസിന അവിടെയുള്ള ജോലികളെല്ലാം തീർക്കുകയാണ്. അന്നും അവൾ ഇക്കയെ കാത്തിരുന്നു. അന്ന് മനസ്സ് വന്നില്ല. കുറേ സമയം അവൾ ഇക്കാക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അതാ അനസിൻ്റെ വണ്ടിയുടെ സൗണ്ട്. പടച്ചോനെ, ഇക്ക വന്നോ? വന്നെന്ന് തോന്നുന്നു. വേഗം ഫുഡ് എടുത്ത് കൊടുക്കാം. ഇക്ക, ഫുഡ് കഴിക്കണ്ടേ? വരൂ കഴിക്കാം. എനിക്ക് വേണ്ട എൻ്റെ ഫുഡൊന്നും. ഓളൊരു ഫുഡ്. ഏത് നേരവും ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടെന്നും പറഞ്ഞ് വൈത്തല നടക്കും. അത് പറഞ്ഞ് അനസ് നേരെ മുകളിലേക്ക് കയറിപ്പോയി. ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് മൂസിനയും അവൻ്റെ പിറകെ മുകളിലേക്ക് കയറിപ്പോയി. നീ എന്തിനാ മൂസിന എപ്പോൾ നോക്കിയാലും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു? നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്ക്.